അദ്ദേഹത്തിന്റെ ആ സ്നേഹപൂർവമായിട്ടുള്ള ആ ഒരു ഇൻവിറ്റേഷൻ അതാണ് എന്നെ വൈകുന്നേരം മീറ്റിംഗിലേക്ക് എത്തിച്ചത്. എന്തായാലും ആ മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അതുവരെ പരിചയപ്പെടാത്ത രീതിയിലുള്ള കുറെ ആളുകൾ, ഒരാളെ പോലും നേരിട്ട് പരിചയമില്ല, എല്ലാവരും മദ്യാസക്തനാണെന്ന് സ്വയം സമ്മതിക്കുന്നു. അവനവന്റെ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഷെയർ ചെയ്യുന്നു. ഒരു കള്ളുകൂടിയനായ എനിക്ക് ആ ഒരു കള്ളുകൂടിയന്റെ ആ അവസ്ഥകള് കേട്ട് കഴിഞ്ഞപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. ഞാൻ അവരുടെ പോലെയൊന്നും അല്ല എന്നുള്ളൊരു മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ കിട്ടിയ ഒരു സ്വാഗതം, ഒരു കെട്ടിപ്പിടുത്തം, നാളെയും വരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷണവും, ഇതൊക്കെയാണ് വീണ്ടും പിറ്റേ ദിവസം പോകാൻ തീരുമാനിച്ചതും മദ്യപിക്കണ്ട എന്ന് സാധാരണ തീരുമാനിക്കുന്ന പോലെ മദ്യപിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചതും. പക്ഷെ സാധിച്ചില്ല. അന്നും പിറ്റേ ദിവസവും മദ്യപിക്കേണ്ടി വന്നു. പക്ഷെ എന്നെ ഇതില് ക്ഷണിച്ച ആൾക്കാർ വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നു. ഞാൻ പറഞ്ഞു കഴിച്ചു പോയി. അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല, അതാണ് നമ്മുടെ രോഗം, അതാണ് പ്രശ്നം, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ധൈര്യമായിട്ട് ഇന്നും കൂടെ പോരെ, എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ അങ്ങനെ നീട്ടി നീട്ടി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസവും ചെന്നു. വേറെയും കുറെ ആളുകളെ പരിചയപ്പെട്ടു. 3-ാം ദിവസം ഞാൻ ഒരു കടുത്ത തീരുമാനം എടുത്തു. ഇന്നത്തെ ദിവസം വൈകുന്നേരം അവര് വരും എന്നുള്ള ഉറപ്പ് പറഞ്ഞതുകൊണ്ട് അവര് വരെങ്കിലും കഴിക്കാതിരിക്കാം, അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നോർത്ത് എന്തായാലും കൂടെ പോയി. ആ ദിവസം തന്നെ അവിടെ 4 ലിറ്ററേച്ചറുകൾ, മലയാളത്തിലുള്ള 4 ലിറ്ററേച്ചറുകൾ അവിടെ കണ്ടു. എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം എന്നോർത്തിട്ടാണ് അന്ന് മദ്യപിക്കാൻ വെച്ചിരുന്ന പൈസക്ക് ആ ബുക്കുകളൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോ എവിടെയോ ഒരു സ്പാർക്ക്, ഇത് ഈ ഞാൻ തന്നെയാണല്ലോ, എന്നെ കുറിച്ച് തന്നെയാണല്ലോ, എന്റെ മാനസിക വ്യാപാരങ്ങളെ കുറിച്ചാണല്ലോ ഇതിനകത്തൊക്കെ എഴുതിയാക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നല് ആ 3-ാമത്തെ ദിവസം തുടങ്ങി എനിക്ക് തുടങ്ങി. എന്തായാലും ഉറക്കത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരു പ്രാരംഭഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കുറെ അസ്വസ്ഥതകള്, അത് ഞാൻ ഈ 2 ദിവസം കൊണ്ട് പരിചയപ്പെട്ട കുറച്ച് പേരൊക്കെ ആയിട്ട് അവര് ഞാൻ വിളിച്ചതല്ല, അവർ ഇങ്ങോട്ട് വിളിച്ചതാണ്. എന്തായാലും അവരായിട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അവര് പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ടിപ്പുകൾ, വിശക്കാതിരിക്കുക, ലോൺലിനെസ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് 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 അതിനുശേഷം എന്തായാലും 3 വർഷവും 6 മാസവുമായിട്ട് കുടിക്കേണ്ടി വന്നിട്ടില്ല. അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതം എന്നെ ചുറ്റിപ്പറ്റിയുള്ള എന്റെ കുടുംബത്തും അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും എന്റെ അയൽപക്കത്തും നാട്ടിലും ഒക്കെയാണ് അതിന്റെ ഒരു എഫക്റ്റ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷെ പോകെ പോകെ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് മദ്യപാനം നിർത്തുന്ന ഒരു പരിപാടിയല്ല, മദ്യപാനത്തിന് എതിരായിട്ടുള്ള ഒരു പരിപാടിയല്ല, ഇതൊരു പുതിയ ജീവിത രീതിയാണ്. ആ ജീവിത രീതി എങ്ങനെ ഞാൻ എന്റെ ഈ 45 വയസ്സ് വരെയുള്ള ജീവിത രീതിയിൽ നിന്നും മാറി എനിക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോഴാണ് പടികളെ കുറിച്ച് ഈ ദിവസവും വായിക്കുന്നത്. വെറുതെ കേട്ട് കേട്ട് പോകുന്ന ഞാൻ ആ പടികളെ കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും തുടങ്ങിയത്. എന്തായാലും ഈ 4-ാമത്തെ പടി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തുക എന്ന് പറയുന്ന ആ ഒരു പടിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കൂടി ഒരു 1-1.5 മാസമായി സഞ്ചാരം തുടങ്ങിയിട്ട് ഒരു ശാരീരികമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങള്, അത് എന്റെ ചിന്തകളെയും ആ മാറ്റം സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഞാൻ ഈ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എല്ലാരേക്കാളും വളരെ മോശക്കാരനായിട്ടുള്ള ആളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. ആ സുബോധ ജീവിതം എന്നുള്ള ബുക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടിയും ബോധ്യമായി. അത് ഇരുത്തി വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ആ ഒരു അവസ്ഥ, ഞാൻ എങ്ങനെയുള്ള ആളാണ്, എന്റെ ഞാൻ പലരും
പ്രവൃത്തിയിൽ കാണിച്ച പല കാര്യങ്ങളും ഞാൻ ചിന്തയിൽ കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ രീതിയിലായാലും ഞാൻ എന്റെ നിലവാരം വളരെ താഴ്ന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലും നാട്ടിലും എന്റെ ജോലി സ്ഥലത്തും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അവഹേളിക്കപ്പെട്ടത്, അവഗണിക്കപ്പെട്ടത്, ഞാൻ ഒരു കോമാളിയാക്കപ്പെട്ടത്. ഈ എന്റെ ആ ബ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. മദ്യപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പ്രവൃത്തികൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, എന്റെ ചിന്തകള്, മറ്റുള്ളവരുടെ ദേഷ്യം, വെറുപ്പ്, ഇത് ഒക്കെ എന്റെ പ്രശ്നങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോ ഒന്നുകൂടി ആ ഒന്നാം പടിയിലേക്ക് ചെന്ന് ആ ശക്തിഹീനത സമ്മതിച്ച് ദൈവത്തിൽ അഭയം പ്രാപിച്ച് ഞാൻ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു. ഈ വിശ്വാസത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ എന്താണെന്നറിയില്ല, എനിക്ക് ആര് എന്ത് പറഞ്ഞാലും അത് ഞാനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാനപ്പോ അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ സംഭവിച്ച പല കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോ മിക്കവാറും ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോ ഒരു ബോറടി പോലെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഞാനൊരു കടുത്ത ഈ മദ്യാസക്ത രോഗിയാണെന്നുള്ള കാര്യം. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു 1.5 ലിറ്റർ ഒക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 1000, 1500 രൂപയോളം ഈ ഞാൻ ചെലവഴിച്ച് മദ്യപിക്കുക, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാകുക, എല്ലാ ബാറിലും ഒരു പ്രത്യേക ബന്ധം സ്ഥാപിച്ചെടുക്കുക, ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു കാക്കി യൂണിഫോം അതിന്റെ മഹത്വം പോലും കളഞ്ഞേച്ചും ഞാൻ ഈ വല്ലാത്തൊരു ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് പോയി. അപ്പൊ എന്നെ പഠിപ്പിച്ചത് ഞാൻ ആരായിരിക്കണം എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്ന ഒരു പരിപാടി. ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ പടികള് എനിക്ക് പറ്റിയ ആത്മീയമായിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ്. ആ 1ഉം 2ഉം 3ഉം പടികൾ മാത്രമല്ല, 4ാമത്തെ പടി ഞാൻ ഒരുപാട് ഒത്തിരി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനുണ്ട്. എന്റെ മദ്യപാനം മാത്രമല്ല, മദ്യപാനത്തിന് മുമ്പുള്ള കാലഘട്ടം തുടങ്ങി, ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഞാൻ എന്റെ തെറ്റുകളെ ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി കാണിച്ചിരുന്ന പല നുണകളും കാര്യങ്ങളും അഭ്യാസങ്ങളും, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയത്തിന്റെ അത് അവസാനം എന്റെ മാതാപിതാക്കളോടും, എന്റെ ഭാര്യയോടും, ഭാര്യയുടെ വീട്ടുകാരോടും, ജോലി സ്ഥലത്ത് എന്റെ സുപ്പീരിയേഴ്സിനോടും, ജൂനിയേഴ്സിനോടും, എല്ലാവരോടും ഒരു വല്ലാത്തൊരു അഭിനയം. ചെറുപ്പക്കാരനല്ല എന്ന് കാണിച്ച വ്യഗ്രത. അതൊക്കെയാണ് അവസാനം എനിക്ക് അതിന് പോലും പറ്റാത്തൊരവസ്ഥയിലായി. ഞാൻ പിന്നെ ഒരു കുടിയൻ എന്നുള്ള ഒരു ലേബലിൽ തന്നെയായിരുന്നു പിന്നെ എന്റെ ഒരു ജീവിതം. ഇനി കുടിക്കാതെ രക്ഷയില്ല. ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും എനിക്ക് മദ്യമില്ലാതെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒന്ന് കുറച്ചു നേരം ഉറങ്ങണമെങ്കിൽ എനിക്ക് മദ്യം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ മദ്യം വേണം. ഈ ഒരു അവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുത്തത് ഈ പടികൾ പ്രാക്ടീസ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്. ഞാൻ പടികൾ എല്ലാം ചെയ്തു എന്നൊന്നും പറയാനില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നേരെ സാധാരണ ഒരു പുതുമക്കാര് ചെയ്യുന്നത് പോലെ ഞാൻ 12ാം പടിയിലേക്ക് തന്നെയാണ് ഞാനും ആകർഷണമായിട്ട് പോയത്. എന്റെ കൂടെ മദ്യപിച്ചിരുന്ന ആളുകൾക്ക് എനിക്ക് കിട്ടിയ ഈ ഒരു അത്ഭുതകരമായ കൂട്ടായ്മയും, അല്ലെങ്കിൽ ഇതിന്ന് കിട്ടിയ സൗഭാഗ്യവും, ഇതിന്ന് ഞാൻ അറിഞ്ഞ അറിവുകളും മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നോർത്ത് അവരെ ഇതിനകത്ത് വിളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് പല മാർഗങ്ങൾ, പറയാത്ത മാർഗങ്ങൾ വരെ ഞാൻ സ്വീകരിച്ചു നോക്കി. പക്ഷെ എല്ലാവർക്കും എന്തെങ്കിലും ഉപാധികൾ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ പോലെ പ്രശ്നക്കാരായിരുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും വലിയ പ്രശ്നത്തിലുള്ള ആളുകളായിരുന്നു. കുടുംബം വരെ അല്ലെങ്കിൽ ജോലി വരെ നഷ്ടപ്പെട്ട ആളുകൾ. അവർക്ക് ചെറിയ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരിക, അത് നേടിക്കഴിയുമ്പോഴേക്കും ഈ പിന്നെ മദ്യത്തിലേക്ക് പോവുക, പഴയ അവസ്ഥ, ഒരു പെഗ്ഗിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോവുക. ഇത് ശരിക്കും ആ 12ാം പടി, അങ്ങനെ കുറെ ഫോൾട്ട് പറ്റിയ 12ാം പടി ശരിക്കും എന്നെ കുറെ കൂടി ഇരുത്തി ചിന്തിപ്പിച്ചു. ഞാൻ ഇനി ഒരു കുടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം പ്രശ്നമാണ്. എനിക്ക് തിരിച്ചുവരവ് നടക്കില്ല. ഈ
സ്ലിപ്പ്, റിലാപ്സ് എന്നുള്ള പദങ്ങളൊക്കെ ഇതിനകത്ത് വന്നപ്പോഴാണ് കൂടുതൽ കേട്ടു തുടങ്ങിയത്. പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ മദ്യപിച്ച കാലം തുടങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിലാപ്സും, സ്ലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലേക്ക് എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാൻ പറ്റി. അപ്പൊ ഈ സ്വന്തമായിട്ടുള്ള ഈ 10-ാം പടി പറയുന്ന പോലെ സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആ ഒരു 10-ാം പടിയിലേക്ക് കുറച്ചും കൂടി ആഴത്തിലേക്ക് 4-ാം പടിയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ധാർമ്മിക നിലവാരത്തെയൊക്കെ വിലയിരുത്തി നോക്കി എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിച്ചു. ഞാനൊരു കടുത്ത മദ്യാസക്ത രോഗിയാണെന്നും ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അതില് തിരുത്താൻ പറ്റാത്ത തെറ്റുകളുണ്ടെന്നും എല്ലാം എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇത് ഞാൻ ഇത് പിന്നെ എനിക്ക് എന്റെ തെറ്റുകള് ചിലപ്പോ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാര്യയോട് ചെയ്ത തെറ്റുകൾ ഭാര്യയോട് എന്ന് പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ? അതുപോലെ എന്റെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ ചെയ്താക്കുന്ന കുറെ കാര്യങ്ങൾ അതൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും. അതിന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ വീണ്ടും കുടിയിലേക്ക് പോകുമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ആ 5ഉം 6ഉം 7ഉം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചു. മാറ്റി വെക്കാണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ മെന്റൽ സോബറേറ്റി ആ വൈകാരിക സുബോധം കൂടി എനിക്ക് നേടിയെടുത്തില്ലെങ്കിൽ ഇതിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. ഞാൻ എന്റെ തെറ്റുകൾ എനിക്ക് എവിടെയെങ്കിലും എനിക്ക് പറയണം. ഈ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് പള്ളിയും കാര്യങ്ങളും അതുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടേക്കൊക്കെ പോകാൻ ഒരു നാണക്കേട് വീണ്ടും ഈ കുടി നിർത്തിയിട്ട് ഞാൻ വീണ്ടും ഏഹ് പ പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അത് വലിയ നാണക്കേടായിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞപ്പോ 1 വർഷം കഴിഞ്ഞ് ടോക്കൺ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ടോക്കൺന്റെ മേടിക്കാൻ പോകുന്ന അന്ന് തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മഠത്തിലെ മദറ് "നീ എങ്ങനെയാണ് ലൈജു കള്ളുകുടി നിർത്തിയത്? ഞാൻ ഇന്ന് പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു ചേച്ചി അവിടെ നിന്നെക്കുറിച്ച് പറഞ്ഞു. ആ ചേച്ചിയുടെ ഭർത്താവ് തലേ ദിവസം അവരെ കള്ള് കുടിച്ച് തലയ്ക്കൊക്കെ അടിച്ച് പൊട്ടി. അവര് കരഞ്ഞുകൊണ്ട് എന്നോട് മുമ്പ് വന്നേച്ചും പറഞ്ഞു, എന്റെ കെട്ടിയവനെ പോലെ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ് ലൈജു. ആ ലൈജു ഇപ്പൊ കുറെ നാളായിട്ട് കുടിക്കുന്നില്ല. എവിടെയോ പോണുണ്ട് ആള്. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചോദിച്ച് അപ്പൊ എവിടെയാന്ന് അറിയാൻ പാടില്ല. വൈകുന്നേരം ആകുമ്പോ ഇവിടുന്ന് ഇറങ്ങി പോണ കാണാം. രാത്രി വളരെ സന്തോഷത്തോടു കൂടി കേറി വന്ന് ഞങ്ങളോടൊക്കെ വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നതൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കന്യാസ്ത്രീ എന്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ആദ്യത്തെ ടോക്കൺ മേടിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി പോകുന്ന ആ ഒരു സമയം. അവര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവാണ്. ഞാൻ തിരിച്ചു വരാൻ നേരത്ത് മഠത്തിലേക്ക് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ കേറിയില്ലാത്ത ആ മഠത്തിലേക്ക് ആ സിസ്റ്റിന്റെ ആ വിളി അത് അന്നത്തെ ദിവസം ആയതുകൊണ്ട് മാത്രമായിരിക്കും എന്ന് തോന്നുന്നു. അതൊക്കെയാണ് ദൈവഹിതം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് ഞാൻ സിസ്റ്റർ ഞാനൊരു മദ്യാസക്ത രോഗിയായിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്കാണ് തിരിച്ചറിഞ്ഞത്. അത് എങ്ങനെ ലൈജുവിന് മനസ്സിലായി? ഞങ്ങളൊക്കെ ലൈജുവിനോട് ഇപ്പൊ ആക്സിഡന്റ് ആയി കിടന്നപ്പോഴൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ സിസ്റ്റർ ഇതുപോലെ ചിറ്റൂർ എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തിൽ എന്നെ കൊണ്ടുപോവുകയും ചെയ്തതാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ ഈ ഒരു കൂട്ടായ്മേനെ എനിക്ക് ദൈവം കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പൊ സിസ്റ്റർ വിളിച്ചാറുണ്ട്. അപ്പൊ അത് ഏത് കൂട്ടായ്മ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആൽക്കഹോളിക് അനോണിമസ് എന്നൊരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. അവര് ഇതിനെക്കുറിച്ച് എവിടെയോ കേട്ട് പരിചയം മാത്രമുണ്ട്. അത് എങ്ങനെ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും? ഞാൻ പറഞ്ഞ് അത് ഞാൻ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അതിനുള്ള സൗകര്യം എനിക്ക് ഞാനിപ്പോ 1 വർഷത്തോളം പോയതുകൊണ്ട് കുറച്ച് ആളുകൾ വട്ടം കൂടിയിരുന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു പരിപാടിയാണ്. അതിനുള്ളൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതെങ്ങനെയും നമുക്ക് ഇവിടെ ഒരെണ്ണം തുടങ്ങണം. ഇവിടെ അതിന് ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി അന്ന് പെരുമ്പാവൂരുള്ള ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പഴമക്കാരൻ അദ്ദേഹമൊക്കെ ഒരു ഗ്രൂപ്പ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ താണ്ടി പോകുന്ന ആ പഴയ കാലങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ലൈജുവിന് സുബോധത്തിൽ നിൽക്കാൻ പറ്റിയ ഒരു അവസരമായിരിക്കും. നമുക്ക് അതിനുവേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ തുടങ്ങി അവിടെ മീറ്റിംഗ് തുടങ്ങി. ഇപ്പോ ഈ സമയത്ത് കൊറോണ ഇപ്പോഴും പോലും അത് വളരെ ഭംഗിയായിട്ട് 10ഉം 20ഉം പേരൊക്കെ ആയിട്ട് അതിനുശേഷം എന്റെ ഈ 2 വർഷം അതിനുശേഷമുള്ള 2 വർഷത്തെ സുബോധം അല്ലെങ്കിൽ 2.5 വർഷത്തെ സുബോധ ജീവിതം ആ ഒരു ഗ്രൂപ്പുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട്. അപ്പൊ ഇതിനെല്ലാം ദൈവം എനിക്ക് ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കി തരികയാണ്.
അതാണ് ഞാൻ എഐയിൽ എനിക്ക് സുബോധത്തിലിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഈ എഐ കൂടി എഐ ഈ ജീവിത രീതി ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയപ്പോൾ അല്ലെങ്കിൽ കുറെ എഐക്കാരുമായിട്ട് അവര് പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വലിയൊരു ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഇതില് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. ആ ഒരു പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോ എനിക്ക് ഈ 10-ാം പടി എനിക്ക് ആ നാലാം പടിയുടെ അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയാണത്. സ്വന്തമായി വിലയിരുത്തൽ തുറന്നു ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. ഇത് ഞാൻ പിന്നീട് ഞാൻ എന്റെ ഈ 3.5 വർഷത്തെ ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എന്റെ ദേഷ്യം ആ സ്വഭാവം എടുത്തു മാറ്റി. എന്റെ മറ്റുള്ളവരോടുള്ള വെറുപ്പെടുത്ത് മാറ്റി. ഞാനപ്പോ അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് 5ഉം 6ഉം 7ഉം പടികളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തന്നെ ഞാൻ തയ്യാറാക്കി. അതൊക്കെ ഈ ഈ പടികള് ചെയ്യണമെന്ന് ഓർത്തിട്ടല്ല. ഞാൻ എനിക്ക് തോന്നി എനിക്ക് ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ ഓരോ സമയത്തും ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഓരോരുത്തരോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത്. അത് അപ്പൊ തന്നെ കുറിച്ചു വെച്ചിട്ട് അവരോട് എന്നേച്ചും ധൈര്യമായിട്ട് ആദ്യം തന്നെ ഈ മീറ്റിംഗിൽ പറയുന്ന മാതിരി എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗത്തിന്റെ പേരിലാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള പലരോടും അത് മദ്യാസക്തിയുടെ രൂക്ഷ സമയത്ത് ആ മദ്യം കഴിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ ഈ ഞാൻ ഉള്ള ഞാൻ എന്നുള്ള ഒരു ഭാവം എനിക്ക് ഈ ജോലി കിട്ടിയത് ഞാൻ എന്റെ സ്വന്തം കഴിവ്, ഞാൻ PSC ടെസ്റ്റ് എഴുതി, എന്റെ ആരോഗ്യം, എന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇതൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് എന്നൊക്കെ ഓർത്തിട്ട് അത് ഈ ഈ ഡ്യൂട്ടി സ്ഥലത്തൊക്കെ കാണിച്ച അവിടെയും ചില പ്രശ്നങ്ങൾ ഇവരൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ചൊക്കെ പലരോടും പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊക്കെ ചെന്ന് ആദ്യം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് തന്നെ ആദ്യം ക്ഷമ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ ഭാര്യയോട് ചെയ്തത്, മക്കളോട് ചെയ്തത്, ഇതെല്ലാം കുടുംബക്കാരോട് ചെയ്തത് അവരോടൊക്കെ ചെന്നേച്ചും വളരെ സുസ്മേരവദനായി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഞാൻ എന്റെ തെറ്റുകളൊക്കെ ചെന്ന് എന്റേതായ രീതിയിൽ അവരോട് ചെന്ന് എന്റെ ഒരു അവസ്ഥ ഞാൻ ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ അത് അവരോടും പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല. നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു മനസ്സ് വന്നത് ഈ കൂട്ടായ്മ കൂടി ഇങ്ങനെ പലരുടെയും ഷെയറിങ് കേട്ടതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വിലയിരുത്തിക്കൊണ്ടും മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖം, സന്തോഷം, സമാധാനം എനിക്ക് ഈ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം മനസ്സിലായി. എനിക്ക് ഇനിയിപ്പം മദ്യമില്ലാതെ എനിക്ക് ഇന്നത്തെ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ വിലയിരുത്തി കഴിയുമ്പോൾ പോലും ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് പോലും അത് ജോലിയുടെ ഭാഗം ഇന്നിപ്പോ ഇവിടെ ഒരു മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു പോസ്റ്റുമ്മ ചെന്ന് കയറി തലയൊക്കെ പൊട്ടി അയാളെ ആരും കൊണ്ടുപോകാനില്ല. ഏതൊരു വഴിപോക്കൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ ആംബുലൻസ് സൗകര്യം ഉള്ളവരുണ്ട്. അപ്പൊ തന്നെ വണ്ടി പറഞ്ഞു വിട്ടു. ആംബുലൻസിൽ അത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വേറൊരു വ്യക്തി പോസ്റ്റുമ്മ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പോസ്റ്റുമ്മ കയറി പടുതോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എവിടെന്നോ കറണ്ട് കയറി വന്നു. അദ്ദേഹം തെറിച്ച് അടുത്തൊരു വീടിന്റെ വാർക്കപ്പുറത്ത് വീണു. ഇങ്ങനെയുള്ള ചെറിയ അപകടങ്ങൾ ഇതൊക്കെ ആദ്യമൊക്കെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഭ്രാന്ത് ഇത് അവരെ തെറിയും പറഞ്ഞ് അവരോട് ഇതൊക്കെ ഇവന്മാർക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യേണ്ട വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ. ദൈവമേ ഇവന്റെ ജീവൻ രക്ഷപ്പെടുത്തണേ. ഒന്നും സംഭവിക്കില്ല. അവനൊരു കുടുംബം ഉള്ള ആളായിരിക്കും. ഈ അങ്ങനെയൊക്കെ ചിന്തിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ഇതൊന്നും ഇല്ലാതെയാണ് ഞാനൊരു ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമ്പത്തിനും എക്കത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാനപ്പോ ഓർത്ത് ഈ 23 വർഷം സർവീസ് ചെയ്തിട്ട് അതിൽ 20 വർഷം ഞാൻ എനിക്ക് സർക്കാർ കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്ത ഒരു വ്യക്തി. ആ കിട്ടുന്ന ശമ്പളത്തിൽ ഒക്കെ കൊണ്ടുവന്ന് ബിവറേജിലും മദ്യപിക്കാനും മാത്രം ചെലവാക്കിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയുടെ മഹത്വം, അതുപോലെ എന്റെ കുടുംബത്തില് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം, എന്റെ ഭാര്യയോട്, എന്റെ അച്ഛനോട്, അമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇതൊക്കെ ഈ
ഇതൊന്നും ആ ഒരു അബോധാവസ്ഥ അല്ലെങ്കിൽ സുബോധമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് ഈ ഒരു കൂട്ടായ്മ തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ എല്ലാരും സാധാരണ പറയാറുണ്ട് ഇന്ന് സുഖമാണ്, സന്തോഷമാണ്, ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞേച്ചും അവര് പിന്നെ പറയുന്നത് ഇന്ന് പണിയുണ്ടായിരുന്നില്ല, മറ്റാണ് മറിച്ചാണ്, അങ്ങനെയാണെന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ പണിയില്ലായിരുന്നു, 10 പൈസ കയ്യിലുണ്ടായിരുന്നില്ല, ഭാര്യ അത് മേടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടായില്ല, ഇങ്ങനെ ഉണ്ടായില്ല. പക്ഷെ കൂട്ടായ്മയിൽ വന്നേച്ചും ചിലവരൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതായിട്ട് എനിക്ക് തോന്നാറ്. സുഖമാണ്, സന്തോഷമാണ്. അത് എല്ലാവരും പറയുന്ന മാതിരി ഞാനൊരു മദ്യാസക്തനാണ്, ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല എന്നൊക്കെ അതൊക്കെ ഇതിനകത്ത് പറയേണ്ട കുറെ കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ ഈ യഥാർത്ഥമായിട്ടുള്ള സുഖം, സന്തോഷം, സമാധാനം അത് അനുഭവിക്കുന്നു. അത് അനുഭവിച്ചുകൊണ്ട് എനിക്ക് എവിടെയും ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നു. ഞാൻ ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം മദ്യപിക്കാതെ ഇരുന്നതുകൊണ്ട് ഞാൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. ആരോടും ഞാൻ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടില്ല. ഒരാളോടും വിദ്വേഷമില്ല. ഞാനുമായിട്ട് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന മാതിരി ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു. അത് എന്റെ കുടുംബത്തില് ഞാൻ ആദ്യം പ്രാവർത്തികമാക്കി നോക്കി. കുടുംബത്തില് എ ഇത്രയും നാളും ഇല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും. ഞാൻ ഇപ്പൊ എന്റെ മോക്കൊക്കെ ഇപ്പൊ 18 വയസ്സായി. ഈ 18 അതിന്റെ 16 വയസ്സ് വരെയും അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെയും എങ്ങനെയൊക്കെയാണ് വളർന്നത് പിടിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ ഡാഡി ഡാഡി എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്റെ കൂടെ വന്നിരിക്കുക. എന്നോടൊപ്പം ചെലവാക്കാൻ അവര് ഇത്രയും നാൾ നഷ്ടപ്പെട്ട അവരുടെ കുറെ സൗഭാഗ്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അവരെന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ സാധിപ്പിച്ചത് ഈ ഒരു ഇതീ കൂടി സഞ്ചരിച്ചുകൊണ്ടും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഇതീ കൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും. അതുകൊണ്ട് ഈ 10-ാം പടി എന്ന് പറയുന്ന കാര്യം എന്നെ സംബന്ധിച്ച് എന്നെ ഞാൻ സ്വന്തമായിട്ട് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയത് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് ആരോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്തേലും ഇപ്പോഴും ചില വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലരോട് ദേഷ്യപ്പെടേണ്ടി വരാറുണ്ട്. ഭാര്യയോടോ മക്കളോടൊക്കെ എന്തെങ്കിലും പറയാറുണ്ടാവുക. അപ്പൊ തന്നെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം അത് ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടും. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോ സോറി ഞാൻ അങ്ങനെ പറഞ്ഞതില് ഒന്നും വിചാരിക്കരുത്. എനിക്ക് കുറേം കൂടി മാറ്റം വരുത്താനുണ്ട്. ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു മാറ്റത്തിന് നിങ്ങളും കൂടി സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോടും കൂടി പറഞ്ഞ് അതൊക്കെ അതൊക്കെ എങ്ങനെയോ പറയാൻ സാധിക്കുന്നു. ഞാൻ ആ രീതിയിൽ ഞാനിപ്പോ ആരോട് പറഞ്ഞാലും ആ ഒരു രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് പോകുന്നത്. അപ്പൊ 10-ാം പടിയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിത രീതിയെ മൊത്തം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇതിലുള്ള ഈ 12 പടികളും അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് പറ്റിയ അല്ലെങ്കിൽ മദ്യാസക്തരായിട്ടുള്ള ആളുകൾക്ക് ഒരു പുതിയ ജീവിത രീതിയെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം മദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ഈ ഒരു ജീവിത രീതി ഒരു അതിന്റെ ആത്മീയ ഉപകരണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ എല്ലാവർക്കും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പറയുന്ന ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും കിട്ടും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനും നമ്മളുടെ ആ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് എനിക്ക് എന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയാണ് എനിക്ക് 10-ാം പടിയെ കുറിച്ച് പറയാനുള്ളൂ. എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ നേർന്നോളും. ഹലോ ഹലോ ആ താങ്ക് യു ലൈജുട്ടാ. ഓക്കെ, ഞാനോടത്ത് കേട്ടില്ലേ. അനീഷേട്ടാ, മണിയേട്ടൻ വന്നിട്ടില്ല. അപ്പൊ മണിയേട്ടന് ഒരു യാത്രയിലാണ്. അപ്പൊ മണിയേട്ടൻ ഇന്ന് വരില്ല, നാളെ ആയിരിക്കും മണിയേട്ടൻ കയറുള്ളൂ. അപ്പൊ ലൈജു സാർ അവരോട് ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അങ്ങനെ പിക്ക് ചെയ്ത് പോവാം. ഓക്കെ ലൈജുട്ടാ. ഓക്കെ ഞാനെന്നാ ഓക്കെ നമ്മുടെ ശരത്തൊന്ന് സംസാരിക്കോ? ശരത്ത്, ഹലോ.